ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ ഉജ്ജ്വല താരങ്ങളിൽ ഒരാളാണ് ജെമിമ റോഡ്രിഗസ്. മൈതാനത്തെ വമ്പൻ പ്രകടനങ്ങൾക്കപ്പുറം തൻ്റെ ക്രിസ്തീയ വിശ്വാസവും സൗഹൃദങ്ങളും തുറന്നു പ്രകടിപ്പിക്കുന്നതിലൂടെ ജെമിമ പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. തൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പേരിൽ നിരന്തരം സൈബർ ബുള്ളിയിങ്ങിന് വിധേയയാകേണ്ടി വരുന്ന കായിക താരവുമാണ് ഈ പെൺകുട്ടി. കഴിഞ്ഞ ദിവസം സമാപിച്ച വനിതാ പ്രീമിയർ ലീഗ് ഫൈനലിനു പിന്നാലെ ജമീമയ്ക്ക് നേരെ വീണ്ടും വർഗീയ ചുവയുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള മതപരമായ അസഹിഷ്ണുതയുടെയും വർഗീയതയുടെയും സോഷ്യൽ മീഡിയയിലെ വിദ്വേഷ പ്രചാരണങ്ങളുടെയും നേർചിത്രമാണ് ഈ സംഭവത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. വനിതാ പ്രീമിയർ ലീഗിന്റെ കലാശ പോരാട്ടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലായിരുന്നു. ആവേശകരമായ ഒരു മത്സരം. അതിൽ സ്മൃതി മന്ദാന നയിച്ച RCB വിജയിച്ചു. എന്നാൽ ഈ വിജയത്തിന് തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റ് കായിക ലോകത്തെ ആകെ ഞെട്ടിക്കുന്നതായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസ് നായിക ജമീമയെയും RCBയുടെ നായിക സ്മൃതി മന്ദാനയെയും തമ്മിൽ മതപരമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ് ആയിരുന്നു ഇത്. ജമീമ റോഡ്രിഗസിനെ യേശു സഹായിച്ചില്ല, എന്നാൽ സ്മൃതി മന്ദാനയ്ക്ക് തിരുപ്പതി ബാലാജിയുടെ അനുഗ്രഹം ലഭിച്ചു. വനിതാ IPL കിരീടം നേടിയ RCBക്ക് അഭിനന്ദനങ്ങൾ. ഇതായിരുന്നു പോസ്റ്റ്. ആ വിവാദമായ കുറിപ്പ് 30 ലക്ഷത്തിലധികം ആളുകളാണ് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്തത്. ഈ പോസ്റ്റ് സ്മൃതി മന്ദാനയ്ക്കോ RCBക്കോ ഉള്ള വെറും ഒരു അഭിനന്ദനം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു കായിക താരത്തിൻ്റെ മതവിശ്വാസത്തെയും അവരുടെ പരാജയത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ബോധപൂർവമായ ഒരു അധിക്ഷേപ പരാമർശമായിരുന്നു, അല്ലെങ്കിൽ ഒരു സൈബർ അറ്റാക്ക് തന്നെയായിരുന്നു ഇവിടെ സംഭവിച്ചത്. ഇതിനെതിരെ സാമൂഹ്യ രംഗത്തെ പല പ്രമുഖരും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രശസ്ത നടൻ പ്രകാശ് രാജ് ഈ പോസ്റ്റിനെ വിശേഷിപ്പിച്ചത് അറപ്പുളവാക്കുന്ന വർഗീയ ചിന്ത എന്നാണ്. കായിക രംഗത്തുണ്ടാകുന്ന ഇത്തരം വർഗീയവൽക്കരണം രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് ഭീഷണിയാണെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. ജമീമ തൻ്റെ ടീമിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായിരുന്നു ഈ മത്സരത്തിൽ. പക്ഷേ ഫൈനലിൽ തൻ്റെ ടീമിൻ്റെ തോൽവി അവരുടെ വിശ്വാസം മൂലമാണെന്ന് വരുത്തി തീർക്കാനാണ് ഈ പോസ്റ്റിലൂടെ ഇതുണ്ടാക്കിയവർ ശ്രമിച്ചത്. ഇങ്ങനെ നിരന്തരം സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുന്ന ഈ ജമീമ റോഡ്രിഗസ് ആരാണ്? അവരുടെ വിശ്വാസം എന്താണ്? നമുക്കൊന്ന് പരിശോധിക്കാം. ബോംബെയിലെ ഭാണ്ഡൂപ്പിൽ ഒരു ഇടത്തരം മാംഗ്ലൂരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജമീമ ജനിക്കുന്നത്. പിതാവ് ഇവാൻ റോഡ്രിഗസ് ഒരു പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്ററും ക്രിക്കറ്റ് പരിശീലകനുമാണ്. മാതാവ് ലവിത ഒരു അധ്യാപികയുമാണ്. ചെറുപ്പം മുതലേ കായിക രംഗത്ത് താല്പര്യം പ്രകടിപ്പിക്കുന്ന ജമീമ ഹോക്കിയിലും ക്രിക്കറ്റിലും ഒരുപോലെ തിളങ്ങിയിരുന്നു. എന്നാൽ തൻ്റെ വിജയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. തൻ്റെ ഐഡൻറ്റിറ്റിയുടെ വലിയൊരു ഭാഗമായി തന്നെ അവർ അതിനെ കാണുകയും തൻ്റെ വിശ്വാസം തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. 2025 വനിതാ ഏകദിന ലോകകപ്പ് സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ 127 റൺസ് നേടി പുറത്താകാതെ നിന്ന ജമീമയുടെ പ്രകടനം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഒരു സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ഒരു അധ്യായമാണ്. ആ മത്സരത്തിന് ശേഷം നടത്തിയ അഭിമുഖത്തിൽ അവർ തുറന്നു പറഞ്ഞ വാക്കുകൾ ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. ആദ്യം ഞാൻ യേശുവിനോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യുവാൻ സാധ്യമല്ലായിരുന്നു. ബൈബിളിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: കർത്താവ് നിങ്ങൾക്കായി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി. പുറപ്പാട് പുസ്തകത്തിലെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അവർ വളരെ വികാര നിർഭരയായിട്ടാണ് ഈ വാക്കുകൾ അവർ പറഞ്ഞത്. ജമീമ തൻ്റെ വിശ്വാസത്തെക്കുറിച്ചും തൻ്റെ വളർച്ചയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും ബൈബിളിലെ വചനങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. അത് അവരിലെ ഒരു മിഷണറി പ്രവർത്തനമായിട്ടല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും ഉത്കണ്ഠകളെയും മാനസിക സംഘർഷങ്ങളെയും ഒക്കെ മറികടക്കാൻ സഹായിച്ച ഒരു യാഥാർത്ഥ്യമായിട്ടാണ് അവർ പലപ്പോഴും അത് പങ്കുവെക്കുന്നത്. അവരുടെ ഈ പരസ്യമായ വിശ്വാസ പ്രഖ്യാപനം പലപ്പോഴും വർഗീയ സംഘടനകളെയും വർഗീയ മനസ്സുള്ളവരെയും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കായിക വിജയം രാഷ്ട്രത്തെ പ്രതിനിധീകരിക്കുമ്പോൾ അതിൽ മതത്തിന് ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. പക്ഷേ അവർ തൻ്റെ മതവിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് തുറന്നു പറയുമ്പോൾ, തനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം അതാണ് തൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ തുറന്നു പറയുമ്പോൾ അവർക്കെതിരെ നിരന്തരമായ വിമർശനങ്ങളാണ് അവർ നേരിടേണ്ടി വരുന്നത്. അത് ഓർക്കേണ്ട ഒരു കാര്യം, മറ്റ്
കായിക താരങ്ങളൊന്നും അവരുടെ മതവിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴോ തുറന്നു പറയുമ്പോഴോ അവർ ക്ഷേത്രങ്ങളിൽ സഞ്ചരിക്കുന്നതോ യാത്ര ചെയ്യുന്നതോ ഒന്നും ആരുടെയും വിമർശനത്തിന് പാത്രമാകാതിരിക്കുമ്പോൾ, അതെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോഴാണ് ജമീമയ്ക്ക് നേരെ മാത്രം ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ നോക്കേണ്ടത്. അത് മാത്രമല്ല, 2024 മുംബൈയിലെ പ്രശസ്തമായ ഖാർജിങ്കാന ക്ലബ്ബ് അവരുടെ 3 വർഷത്തെ അംഗത്വം റദ്ദാക്കിയത് വലിയ വിവാദമായിരുന്നു. ജമീമയുടെ പിതാവ് ഇവാൻ റോഡ്രിഗസ് ക്ലബ് പരിസരത്ത് മതപരമായ ചടങ്ങുകളും പ്രാർത്ഥനകളും സംഘടിപ്പിച്ചുവെന്നും അത് മതപരിവർത്തനത്തിന് വേണ്ടിയായിരുന്നെന്നും ആരോപിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് ക്ലബ്ബ് പോയത്. ക്ലബിന്റെ നിയമങ്ങൾ ലംഘിച്ചു എന്നായിരുന്നു അവർ ഔദ്യോഗികമായി വിശദീകരിച്ചതെങ്കിലും ഇതിന്റെ പിന്നിലും വലിയ വർഗീയ താല്പര്യങ്ങളും ആരോപണങ്ങളും ആയിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. ഇന്ത്യൻ ലോകകപ്പ് വിജയത്തിന്റെ പിന്നാലെ പോലും ജമീമയെ ലക്ഷ്യമിട്ട് വിദ്വേഷ പ്രചരണങ്ങൾ നടന്നു. സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ ജമീമ ഫൈനലിൽ കുറഞ്ഞ റൺസിന് പുറത്തായപ്പോൾ ഇന്ന് യേശു അവധിയിലാണോ എന്നും യേശു ഇന്ന് സഹായിച്ചില്ലേ എന്നുമുള്ള പരിഹാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഒരു താരത്തിൻ്റെ പ്രകടനത്തിലെ ഏറ്റക്കുറച്ചിലുകളെ അവരുടെ വിശ്വാസവുമായി ബന്ധിപ്പിക്കുന്ന ഇത്തരം പ്രവണതകൾ താരങ്ങളുടെ ആത്മവിശ്വാസത്തെയും അവരുടെ മാനസികാരോഗ്യത്തെയും അവരുടെ ആ കായിക ഇനത്തിലുള്ള കഴിവിനെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. ജമീമയെ പോലുള്ള പൊതുസമൂഹത്തിലെ സമ്മതരായ താരങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നതിന് മുൻപിൽ കേവലം വർഗീയത മാത്രമല്ല ഉള്ളത്, വലിയ സാമ്പത്തിക ലാഭവും ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഈ ക്രിയേറ്റർ ഇങ്ങനെയൊരു പോസ്റ്റ് ഷെയർ ചെയ്തതിലൂടെ അവർക്ക് ലഭിക്കുന്ന വരുമാനമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വിദ്വേഷം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകോപനപരമായ ഉള്ളടക്കങ്ങൾ വളരെ വേഗം പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആളുകൾ അതിനോട് വൈകാരികമായി പ്രതികരിക്കുക കൂടെ ചെയ്യുമ്പോൾ ഈ ജമീമയുടെ വിശ്വാസത്തെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ടുള്ള ഈ പോസ്റ്റ് തന്നെ 30 ലക്ഷത്തിലധികം ആളുകളാണ് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്തത്. ജമീമയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്തും അതുപോലെ അപകീർത്തിപരമായ ഇത്തരം പരാമർശങ്ങൾ, വർഗീയമായ പരാമർശങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അക്കൗണ്ടുകൾക്കെതിരെ മുൻപും പരാതികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും നീക്കം ചെയ്യുന്നതൊക്കെ വളരെ താമസിച്ചാണ് സംഭവിക്കുന്നത് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതിനകം തന്നെ ഈ പോസ്റ്റ് ഇട്ടവർ അവർ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിക്കഴിയും, അവർക്കുള്ള വരുമാനം അതിൽ നിന്ന് ലഭിച്ചും കഴിയും. ജമീമ റോഡ്രിഗസ് നേരിടുന്ന ഈ ആക്രമണങ്ങൾക്കെതിരെ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. മുൻപ് ഇവർക്കെതിരെ സൈബർ അറ്റാക്കുകൾ ഇങ്ങനെ ഉണ്ടായപ്പോൾ, മതപരമായ കാര്യങ്ങൾ പറഞ്ഞുണ്ടായപ്പോൾ സഹതാരങ്ങളെല്ലാം അവരെ സപ്പോർട്ട് ചെയ്തു. അത് മാത്രമല്ല, ഇന്ത്യയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രാജീവ് സർദേശായി ജമീമയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി. ജമീമയെയും കുടുംബത്തെയും അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ വേട്ടയാടിയവർ ഇന്ന് അവരുടെ നേട്ടങ്ങളിൽ ലജ്ജിച്ച് തല താഴ്ത്തണമെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. കായിക രംഗത്ത് താരങ്ങൾക്കിടയിലുള്ള പരസ്പര ബഹുമാനവും സ്നേഹവും ഇല്ലാതാക്കാൻ ഇത്തരം സൈബർ ഗുണ്ടകൾക്ക് കഴിയുകയില്ല എന്ന് ഇന്ത്യൻ കായിക ലോകം തെളിയിക്കുന്നുണ്ട്. മറ്റൊരു രസകരമായ കാര്യം, ഈ വർഗീയവാദികൾ സ്മൃതി മന്ദാനയെയും ജമീമയെയും തമ്മിൽ തെറ്റിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അവർ തമ്മിലുള്ള ദൃഢമായ സൗഹൃദം ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്മൃതിയുടെ ജീവിതത്തിൽ അവളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ ജമീമ ഓസ്ട്രേലിയയിലെ തൻ്റെ ബിഗ് ബാഷ് ലീഗ് ഉപേക്ഷിച്ചാണ് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നതും സ്മൃതിക്ക് ഒരു പിന്തുണ നൽകിയതും ഇതെല്ലാം മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങളാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുമാത്രവുമല്ല, ഇരുവരും ഒന്നിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്ന രംഗങ്ങളൊക്കെ അവർ തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട്. ഇതൊക്കെ അവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. മതം മനുഷ്യനെ വേർതിരിക്കാനല്ല, മറിച്ച് ഒന്നിപ്പിക്കാനാണെന്ന് ജമീമ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. സ്മൃതി മന്ദാനയെ ഹൈപ്പ് ചെയ്യുന്നതിൽ ജമീമ എല്ലാ കാലത്തും മുന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ജമീമയ്ക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ കേവലം ഒരു വ്യക്തിക്ക് നേരെയുള്ള ആക്രമണമല്ല, മറിച്ച് അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. കായിക മത്സരത്തെ വർഗീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അതിൻ്റെ അഖണ്ഡതയ്ക്കും ഒട്ടും ഗുണകരമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. ജമീമ തൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നതോടൊപ്പം തൻ്റെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നു. പരാജയങ്ങളിൽ തളരാതെയും വിജയങ്ങളിൽ അഹങ്കരിക്കാതെയും മുന്നോട്ട് പോകുവാൻ അവരെ സഹായിക്കുന്നത് ഈ ഉറച്ച വിശ്വാസമാണ്. വരും തലമുറയിലെ കായിക താരങ്ങൾക്ക് ജമീമ ഒരു മികച്ച മാതൃകയാണ്. കഴിവും കഠിനാധ്വാനവും ദൈവകൃപയും ഒത്തുചേരുമ്പോൾ ചരിത്രം പിറക്കുമെന്ന് അവർ തെളിയിക്കുന്നു.
വിദ്വേഷത്തിൻ്റെ ഇരുട്ടിനെ സ്നേഹത്തിൻ്റെയും കായിക മനോഭാവത്തിൻ്റെയും പ്രകാശം കൊണ്ട് കീഴടക്കാൻ ജമീമയ്ക്ക് എന്നും സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.